ഇപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഉണക്കപ്പ് വയ്ക്കാം. ഉണക്കപ്പയും ഉണക്കമീൻ വറുത്തും. അപ്പോൾ ഉണക്കപ്പയൊക്കെ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കഴുകി വാരി അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉണക്കമീനും ഇന്നലെ വെള്ളത്തിൽ ഇട്ടായിരുന്നു. തുണ്ടമീൻ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതും രാവിലെ കഴുകി മുളകൊക്കെ പുരട്ടി. തുണ്ടമീൻ പിന്നെ ഉപ്പ് പുരട്ടേണ്ട കാര്യമില്ലല്ലോ ഉണക്കമീനിന്. അപ്പോൾ കപ്പ മാത്രമല്ല, നമ്മുടെ പഴയങ്കഞ്ഞി ഇരിപ്പുണ്ട് ഇന്നലത്തെ. പിന്നെ അതെ ഇന്നലെ നമ്മൾ വൈകിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉരുളക്കിഴങ്ങും ഇതുണ്ടോ, ഇത് ഇന്നലെ മേടിച്ചല്ല കേട്ടോ, ഇത് കഴിഞ്ഞ ദിവസം നേരത്തെ മേടിച്ചു. അതുകൂടെ ഞാൻ ഇതിനകത്തിട്ട് വെച്ചത്. ബാക്കി ഉരുളക്കിഴങ്ങെല്ലാം ഇതിനകത്തിട്ട് വെച്ചു. ഉരുളക്കിഴങ്ങും ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്തിട്ട് വെച്ചു. കൂടെ മേടിച്ചേക്കൊരു ഉപകാരമായി അല്ലേ ചുമ? അതെ, ഉപകാരമായി. ഇത് തേങ്ങ ഒക്കെ അരിഞ്ഞു റെഡിയാക്കി കപ്പയ്ക്ക് അരച്ചു. അതെ. പിന്നെ ഞങ്ങൾ രാവിലെ ഇതേ നമ്മുടെ ക്യാരറ്റൊക്കെ റെഡിയാക്കി കൂടെക്കകത്ത് വെച്ചു. പിന്നെ കുറച്ച് ബീൻസ് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് തോരൻ വെക്കാം അല്ലേ? ബീൻസ് തോരൻ വെക്കാം. നല്ല ബീൻസാണ്. നല്ല ബീൻസ് കഴുകിങ്ങോട്ട് അരിയാം. ഇവിടെ അരിയാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കപ്പയ്ക്കും ബീൻസിനും ഉള്ള തേങ്ങ ചെയ്ത് ബീൻസേ തോരൻ വെക്കാന്ന് ഓർത്തോണ്ടായിരുന്നു. മെഴുക്കോട്ട് മതിയോ? മെഴുക്കോട്ട് വെച്ചാൽ എളുപ്പമില്ലേ? എളുപ്പമൊക്കെ ഉണ്ട്. അരി ഉണ്ടാ അധികം എളുപ്പമുള്ള പണി ചെയ്യ്. അതെ, കപ്പയൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് ഒന്ന് ഉപ്പ് എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതെ അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അരപ്പൊന്ന് ചൂടായിട്ട് നമുക്ക് ഇളക്കാം. മെഴുക്ക് പുരട്ടിക്കുള്ള രീതിയിൽ അരിഞ്ഞാൽ മതി കേട്ടോ. മെഴുക്കുവരട്ടിക്ക് അരിയുന്നത് ഇവിടുത്തെ ബീൻസാണ്. നല്ല സൂപ്പർ ബീൻസാണേ. നല്ലതാണോ? നല്ല. അപ്പോഴേ ഇതുകൊണ്ടോ തണുപ്പ് കാരണം എണ്ണയൊക്കെ ഉറങ്ങിയിരിക്കുക. നല്ല തണുപ്പ്. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല തണുപ്പായിരുന്നു. AC ഇടേണ്ട ആവശ്യമേ ഇല്ല. ഇനിയിപ്പോൾ ഉണർത്തി എടുക്കണമല്ലോ ഒന്ന്. എണ്ണയൊക്കെ ചൂടായി. നമുക്ക് തുണ്ടമ്മീൻ വറുത്തെടുക്കാം. രാജേഷിനാണേലേ തുണ്ടമ്മീൻ അവിടെ ഫ്രിഡ്ജിനകത്തിരിക്കുന്നത് കണ്ടിട്ട് എങ്ങനെയും ഒന്ന് വറക്കാഞ്ഞിട്ടൊരു ഇല്ലായിരുന്നു. നമ്മുടെ തന്നെ കപ്പയാണ്. കപ്പയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കുട്ടികളെല്ലാം റെഡിയായി വന്നേ? ചായ റെഡിയായില്ല. കപ്പ റെഡിയായി. ഇതേ എടുത്ത് വെച്ചേക്കുന്നു ചൂട് കപ്പ. അയ്യോ, എനിക്ക് ഇച്ചിരി എടുത്തരാ തണുക്കുന്നതിന് മുമ്പ്. മീൻ ഇതേ ആവുന്നുള്ളൂ. തണുത്ത് പോയാ നല്ല അടിപൊളി തുണ്ടമീനാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണക്കപ്പയും പഴങ്കഞ്ഞിയും ഉണക്കമീനും അച്ചാറും. കഞ്ഞി വേണ്ടായിരുന്നു? പിന്നെ കഞ്ഞി ഇത് കഴിഞ്ഞിട്ട് കപ്പ കഴിഞ്ഞിട്ട് കഞ്ഞി. അതെ. അപ്പോൾ അതെ കഞ്ഞി അടുപ്പേ കയറിയായിരുന്നു. അപ്പം മെഴുക്ക് പുരട്ടി ഇന്ന് രാജേഷാണ് വെക്കുന്നത്. അതെ, ഒരു മെഴുക്ക് പുരട്ടിയും കൂടെ വെച്ചേക്കാം. അറിയാവോ? പിന്നെ ഇങ്ങനല്ലേ പഠിക്കുന്നേ? കാപ്പിയോട് കഴിഞ്ഞില്ലായിരുന്നല്ലോ, കഴിച്ചോ കുടിച്ചോണ്ടിരിക്കല്ലായിരുന്നു, ചായ കുടിക്കല്ലായിരുന്നു. അത്യാവശ്യം പണിയുണ്ടായിരുന്നു. മെഴുക്ക് പുരട്ടി എങ്ങനെ ആവോ? വെക്കാൻ പഠിക്കാവൊന്നുമില്ല. കുഴപ്പമില്ല. ഇതൊക്കെ കടുകും പൊട്ടിച്ച് അങ്ങോട്ട് അരിഞ്ഞതും അങ്ങോട്ട് ഇട്ടിട്ട് ഉപ്പ് ഒഴിച്ച് ഇളക്കി വേവിച്ച് എടുത്താൽ മതി. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കാരവൻ ഫാമിലി ട്രിപ്പായ സിക്കിം മേഘാലയ യാത്രയിൽ നമ്മളിപ്പോൾ മേഘാലയയിലെ വെസ്റ്റ് ഗാസിയിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടിയൊക്കെ ഒതുക്കി കുളിച്ച് റെഡിയായി. കുഞ്ഞു പിള്ളേർ വന്ന് ഓസിനകത്തുനിന്ന് വെള്ളമൊക്കെ പിടിച്ച് തല വെച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഉണ്ടോ കുഞ്ഞിക്കിളി? ഹായ്, ടാറ്റ. ഒന്നുമില്ല. ടാറ്റ ഒന്നും ഇല്ലേ? ഇല്ലില്ല. കഴിഞ്ഞ ദിവസം എല്ലാവരും ടാറ്റയുടെ ബഹളമായിരുന്നു വഴി വെച്ചെല്ലാവരും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇല്ലായിരുന്നു ഇതുപോലത്തെ വീടൊക്കെ പണ്ട്? പണ്ട് നമ്മുടെ വീട് ഇതുപോലെ പുല്ലുമഞ്ഞായിരുന്നു. പുല്ലുമഞ്ഞായിരുന്നു പണ്ട് ഒത്തിരി വർഷം മുമ്പ്. ഇത് മുളയും പുല്ലും കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഇടയ്ക്ക് പിന്നെ തടിയുണ്ട്. ഇതുണ്ടോ പുല്ല് കണ്ടോ? നല്ല ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നോണ്ട് വെള്ളം നല്ല ഒഴുകി പോവേ. ചൂല് കെട്ടി വെച്ചേക്കുന്നതാന്ന് തോന്നുന്നില്ലേ? പുല്ല് കെട്ടി വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഒട്ടും ചൂടില്ല, നല്ല തണുപ്പാ. ഇവിടെ നല്ല തണുപ്പാ. അതെ, ഇവിടെ ഇപ്പം പുല്ലൊക്കെ കിട്ടാനില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം എല്ലാവരും ടിൻഷീറ്റൊക്കെ ആക്കുക. മേളത്തെ വീടൊക്കെ ടിൻഷീറ്റിലേക്ക് മാറി. മേളിലുള്ള വീടുകളൊക്കെ അതുകൊണ്ടോ ഷീറ്റിന്റെ വീട് കാണാൻ ഒരു ഭംഗിയില്ല. ഇതാ അതിലും ഭംഗിയുള്ള ഭംഗി. ഇതാ പക്ഷെ ഇതൊക്കെ വേണം, പെട്ടെന്ന് പോവുകയും ചെയ്യും. ഷീറ്റാകുമ്പം പോകാതെയോ കിടന്നോളും. രാവിലെ ഇന്ന് അച്ഛമ്മയെ സെറ്റ് എടുപ്പിച്ചത് മുത്ത. അതെ, എൻ്റെ ഒരു കലാവിരുന്നായിരുന്നത്. ഞാൻ ഇതിപ്പം വെട്ടത്തിൽ ഇപ്പോഴും ഞാനും കാണുന്നത്. അതാണ് ചോദിച്ചത്, അമ്മ പിന്നെ രണ്ടാമത് ഉടുപ്പിച്ചോ? അപ്പൊ ഞാൻ ചോദിച്ചു അച്ഛമ്മേനെ അമ്മ രണ്ടാമത് ഇനി ഉടുപ്പിച്ചത്. പറയണ്ട, എന്നോടൊന്ന്. എനിക്ക് സാരി 77 വയസ്സായി, ഇതുവരെ സെറ്റ് എടുക്കാൻ പഠിച്ചില്ല. അങ്ങനെ വെളി പറയില്ല, ആരും അറിയാൻ പാടില്ല. ആരും അറിഞ്ഞിട്ടില്ല. ഇത് കട്ട് ചെയ്ത് തരട്ടാ. ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ? പുത്തൻ ട്രാവലിന്റെ സിക്കിം മേഘാലയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
അപ്പോഴേ കുറേ ദിവസമായിട്ട് നമ്മൾ മേഘാലയയിലൂടെ കിടന്ന് കറങ്ങുമായിരുന്നു. അപ്പോൾ ഇന്നുകൊണ്ട് നമുക്ക് മേഘാലയയിലെ കറക്കമൊക്കെ തീർക്കാം. അടുത്ത സ്ഥലത്തോട്ട് ആ, പോവാം. സിക്കിം കാണണ്ടേ കാണണം. അല്ലേ കുഞ്ഞിക്കിളി? മഞ്ഞ് കാണണം. അപ്പോൾ എന്നാൽ പോയി വണ്ടിയിലോട്ട് കയറിക്കോ, നേരെ പോയേക്കേ നീ. അപ്പോൾ അതെ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാരുതി പിക്കപ്പ്. മാരുതി 800 പിക്കപ്പ് ആക്കിയൊക്കെ കണ്ടോ? ഇതെല്ലാം സ്റ്റൈലായിട്ട് പണിതിട്ടുണ്ടല്ലോ. നല്ല രസമല്ലേ? അതെ, പിള്ളേരുടെ കളിക്കുന്ന വണ്ടി പോലെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ പതുക്കെ മലകളൊക്കെ ഇറങ്ങണം. ഇപ്പോൾ ഒരു മല കയറുക. മേഘാലയ പോലീസ്, ഇത് പോലീസ് ഔട്ട് പോസ്റ്റാ, വെസ്റ്റ് കാസി ഹിൽസ്. ഇതെല്ലാം ഈറ്റ നട്ടുപിടിപ്പിച്ചേക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ഈറ്റ കൃഷി ചെയ്തേക്കുന്ന അവിടെയൊക്കെ ഈറ്റ വെട്ടുന്നുണ്ട് കേട്ടോ അപ്പുറത്ത്. ഇതെല്ലാം വെട്ടിക്കളഞ്ഞാന്ന് തോന്നുന്നു. വെട്ടിക്കളഞ്ഞല്ലോ, വെട്ടി വെക്കുന്നതായിരിക്കും. ആ, പണ്ടത്തെ പുല്ലുവീടെല്ലാം വേണ്ട ഇപ്പം ഷീറ്റായി, ടിൻ ഷീറ്റ്. ഷീറ്റ് ഫ്രീ ആയിട്ട് സർക്കാർ കൊടുക്കുന്നുണ്ട്, ടിൻ ഷീറ്റ്. രാവിലത്തെ തെളിവൊക്കെ പോയതേ, മഴക്കാറ് വന്നു. പഴയ ഒരു പള്ളി അത്. ഇവിടെ ഉണ്ടല്ലേ ഇപ്പൊ നല്ല വളവുകളല്ലേ, ആ, എന്നാലും ലോറിയോ ബസ്സോ അങ്ങനെ വലിയ വണ്ടികളോ ചെറിയ വണ്ടികളോ ഒന്നും ഓണടിച്ച് കേൾക്കാറില്ല. ഓണടി ഇല്ല. ഇല്ല. അതായത് പിന്നെ ഇപ്പം അതുപോലെ രാത്രിയില് ഉറപ്പായിട്ട് വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ അന്നേരം ഡിമ്മടിച്ചു തരും. അതെ, ആ, അത് 99% പേരും ഡിമ്മടിക്കും. അതുപോലെ വണ്ടി കയറി വരികയാണെങ്കിൽ ഒതുക്കി തരുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പുറകെ വന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഓണടിക്കുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ആർക്കും ധൃതിയില്ല. ഇല്ല. അത് നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പം ആസാമിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ആസാം തൊട്ട് ഇങ്ങോട്ട് വലിയ പ്രശ്നമില്ല. മേഘാലയല്ല, ആസാമിൽ അത്ര ഇല്ല എങ്കിലും കുഴപ്പമില്ല. അതുപോലെ ഒരു ബ്ലോക്കായി സൈഡിൽ കൂടെ ഒന്നും ആരും കയറി വരികയില്ല, നേരെ പുറകിലോട്ട് നീണ്ട ലൈനായിരിക്കും. വരുന്നവർ പുറകിൽ നിൽക്കത്തേ ഉള്ളൂ. അതൊരു നല്ലൊരു ഇതാ. അത് ഷില്ലോങ്ങിലൊക്കെ കൂടുതലും അതുപോലെ തന്നെ പാലിക്കുന്നത്. നോർത്ത് ഈസ്റ്റിലേക്ക് എല്ലാം അങ്ങനെയാന്ന് തോന്നുന്നു കൂടുതലും. അരുണാചലിലും അങ്ങനെയല്ല. തണുക്കുന്നോ? നല്ല ഡ്രൈവിംഗ് സംസ്കാരമാണ് ഇവിടുത്തെ വീടുകളൊക്കെ കൂടുതലുമേ തടി കൊണ്ടല്ലേ മറച്ചേക്കുന്നത്, ഈ ഗാസി ഹിൽസിലെ. പക്ഷെ നമ്മൾ ഗാരോ ഹിൽസിൽ ചെല്ലുവാണെങ്കിൽ കൂടുതലും മുളയും കൊണ്ടാണ് മറച്ചേക്കുന്നത്. അതിനെന്നറിയോ, കാസി ഹിൽസിൽ കൂടുതലും തണുപ്പാ. ആ, ശരിയാ. ആ, അവിടെ അത്ര ചൂടല്ലേ, ആവിയല്ലേ, ആ, അതുകൊണ്ട് അധികം തണുപ്പില്ലല്ലോ. ഇല്ല. അതുകൊണ്ടാ ഓരോ സ്ഥലത്തും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് വീട് പണിയുകയൊക്കെ ചെയ്യുന്നത്. ആ, കാസി ഹിൽസിലെ ട്രഡീഷണൽ ഡ്രസ്സായത് ലേഡീസിന്റെ. ഇതൊരു ചെറിയ വില്ലേജാ, മൗക്വാബ് വില്ലേജ്. മഴ പെയ്യാൻ തുടങ്ങി. പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാന്ന്. കുറച്ചു നേരം ക്ലാസ് ഉള്ളായിരുന്നു തോന്നുന്നു. പരീക്ഷ ഇവിടെ സമയമൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നു. ഇവിടെ എപ്പോഴും നമ്മള് ഗ്യാരോയിലായിരുന്നപ്പോഴും ശ്രദ്ധിച്ചോ, എപ്പോഴും പിള്ളേർ സ്കൂളിൽ പോകുന്നത് കാണാം. രാവിലെയും കാണാം, ഉച്ചയ്ക്കും കാണാം. ഇത് ക്ലാസ് പല സമയത്തായിട്ടായിരിക്കും അങ്ങനെ. ഇവിടെ അടുത്ത സ്കൂളുണ്ട്, പിള്ളേരെ കൊണ്ടുപോകാൻ വന്ന വണ്ടികളാന്ന് തോന്നുന്നതെല്ലാം. ഇത് സ്കൂളാ. ആ കാണുന്ന സ്കൂളാ. ഇതും ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെ ഒരു മാർക്കറ്റ് ദിവസം തോന്നുന്നു കേട്ടോ ഇന്ന്. ആ, ചെറിയ മാർക്കറ്റ് ഉണ്ട് കേട്ടോ, വേണം നമുക്കൊന്ന് ഇറങ്ങാം. മഴ ആയതുകൊണ്ട് എല്ലാം അടച്ചിടുന്നു. ചെറിയ മാർക്കറ്റാ കേട്ടോ. പിന്നെ ഓ, നൂഡിൽസാ. ചവിട്ടിന്. ആ, ഇതല്ലേ മറ്റേ ലിച്ചി, ഇതല്ലേ? അത് ലിച്ചിയല്ല. അല്ലേ അല്ലേ ഇതല്ലേ? അല്ല, ഇത് വേറൊരു സാധനം. വേറെന്തോ ഇന്നാള് നമ്മൾ മേടിച്ചത് ആണോ കുഞ്ഞിക്കിളി? വേണമെങ്കിൽ ഒരെണ്ണം മേടിച്ചോ. എന്നാ ടേസ്റ്റ് ആയിരുന്നേ? ഇത് നമ്മുടെ മൽബറിക്കാടെ ഒക്കെ ഒരു ടേസ്റ്റ്. ആ, മൾബറി പോലുള്ള അത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. വേണ്ടേ? ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമില്ല. ഞാൻ ഫ്രൂട്ട്സ് കഴിക്കും. ആ, 20 രൂപ. എത്ര രൂപയെന്ന് ചോദിച്ചിട്ട് ദീദിക്ക് നമ്മളോടും പറയാൻ തരത്തില്ല. നമുക്ക് പറയുന്നത് മനസ്സിലാകത്തില്ല. അപ്പൊ നോട്ട് എടുത്ത് കാണിച്ചു. അത് മതിയോ? വേറെ 2 എണ്ണം വേണ്ടേ? 2 എണ്ണം മേടിച്ചോ? ഇത് മൾബറി പോലെ തന്നെ. ആ, അതാ പറഞ്ഞു 2-3 എണ്ണം മേടിച്ചേക്കാം. ഇതോ ഇപ്പുറത്തിരിക്കുന്നോ? ഇതോ അതും അത് തന്നെ ആയിരിക്കും മിക്കവാറും. എന്നാ ഇത് 1 എണ്ണം മേടിക്കണം. അത് ഞാൻ എത്രയാന്ന് കളിക്കാരിയാണെങ്കിൽ ഇന്ന് 30. ആ, 10. അതിന് 10. 10 രൂപ. ആ, 10 രൂപ ഉണ്ടോ? ഇതിനകത്തെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കുന്നത്. അതിന് ഭയങ്കര പുളിയാ. വലുത് രാജേഷിന് കൊടുക്കാം നമുക്ക്. അതെ, ഒരു ജോജയും തോളിലിട്ടൊരു ചേച്ചി പോന്നു, കുഞ്ഞേച്ചി നോനോ പോന്നു. അതെ, ഇവിടെ കുറച്ച് പച്ചക്കറി കടയും തുണിക്കടയാണ് കൂടുതൽ. ചെറിയ മാർക്കറ്റാണ് കേട്ടോ. ചെറിയ മാർക്കറ്റ്, മുംദാങ് മാർക്കറ്റ്. ആ, ഇതെല്ലാം ബ്രെഡ് ബണ്ണൊക്കെ. ബോണ്ടയാണോ അത്? ബോണ്ടയൊന്നുമല്ല, അത് ക്രീം ബണ്ണായിരിക്കും. ക്രീം ബണ്ണ്. അത്
ഇതെല്ലാം ഉണക്കമീനാണ് നമ്മളിവിടെ കാണാത്ത സൈസ് മീനുകൾ ഉണ്ടോ. അനിയത്തി കൊച്ചിനെ കൊണ്ട് ഉണ്ടോ ചേച്ച മാർക്കറ്റിൽ വന്നാന്ന് തോന്നുന്നു. ജോയാ അനിയനാ. ആണോ അനിയൻ. എല്ലാവരും നമ്മളെ നോക്കുന്നത്. അതെ, കണ്ടിട്ടില്ലാത്ത കുറച്ച് പേര്. ഇതാ ചേച്ചി എന്നാന്ന് ഞാൻ ചോദിച്ചത്. ഇതേ തമ്പാക്കെന്നാ പറഞ്ഞേ. ഇതെന്തോ റെഡിയാക്കി തരും ആ വെക്കണമെങ്കിൽ. എന്നോട് വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ട. തേങ്ങ. ആ തേങ്ങാപ്പൂളുണ്ടല്ലേ. ഇലക്കാ തരുന്നതാ. അതെ, അത് വെറ്റയാ വെറ്റ. ആ പൊതിഞ്ഞ് വെച്ചേക്കുന്നു. പഴം വേണം മേടിച്ചു. പഴം മേടിക്കും. ഇത് പിടിച്ച കുഞ്ഞിൽ പഴുക്ക കണ്ടോ, നല്ല ഉരുണ്ട പഴുക്ക. ഒരു പടല പഴത്തിന് 50 രൂപ. എണ്ണ ഒന്നുമല്ല, ഒരു പടല. 2 പടല മേടിച്ചു. ഇവിടെ ചെറിയൊരു ചായക്കട ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം വന്നിട്ട് ബോണ്ട മേടിക്കാൻ പറ്റിയില്ല. അത് കണ്ടില്ല, കിട്ടിയില്ല. അതെ, അതവിടെ ഗാരോ ഹിൽസിലാണ് കണ്ടേ. ആ ശരിയാ. ബാർബർ ഷോപ്പാണോ? അല്ലല്ല, അതെന്തോ മൊബൈലിൻ്റെ അക്സറീസ് ഒക്കെ കിട്ടുന്നൊരു കടയാണ്. ഈ വീടുകളെല്ലാം എല്ലാം കണ്ടോ ഇവിടെ ടെൻഷീറ്റായി. ദാമിക്കുട്ടി, പുളിയല്ലേ? പുളി ഇഷ്ടമാണല്ലോ നിങ്ങൾക്കെല്ലാം. ഇത് പക്ഷെ അത്ര പുളിയില്ല. അതിന് പുളിയില്ല. ആ ചമ്പങ്ങ അല്ല, മൾബറിയുടെ തന്നെ ടേസ്റ്റാ. അതിന്റെ വലുതാന്ന് കൂട്ടിയാൽ മതി. പക്ഷെ മറ്റേതിന് ഭയങ്കര പുളി. അത് രാശിന് കൊടുത്തോ? കൊടുത്തില്ല. കൊടുക്കുക. കുറേ ഫോൺ വിളിക്കുക, ബിസിയാ. പിന്നെ മുള ലോഡ് കയറ്റുന്നുണ്ടോ? ഇതൊക്കെ വെളിയിലേക്ക് പോകുന്ന ഇവിടുന്ന്. തടി ലോഡ് ഒരെണ്ണം വരുന്നുണ്ടോ? മുള കൂടുതലും ലോഡ് കയറുന്ന ആസാമിൽ നിന്ന്, ഇവിടുത്തെക്കാട്ടി കൂടുതൽ. ഇവിടെ അല്ല, മുള വെട്ടിയതാന്ന് തോന്നുന്നല്ലേ? അതെ, ഇതും മുള ലോഡ് കയറ്റുന്ന. ഈ കണ്ടെയ്നറിലാ കൂടുതലും കയറ്റുന്നത് അല്ലേ? ആ, വെയിറ്റ് കുറവല്ലേ? നീളം ഉണ്ടല്ലോ മുളയ്ക്ക്. ഇത് മുള ലോഡ് കയറുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതെല്ലാം ഈ കൽക്കരി ഓടുന്ന വണ്ടികളാ. ഗാരോ ഹിൽസിലേക്കാട്ടിലും വീടുകളുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഖാസി ഹിൽസില് ഗാരോ ഹിൽസിലും വീടുകളുണ്ട്, പക്ഷെ ഉള്ളിലേക്കാ. വണ്ടി നിർത്തി കിട്ടേക്കുന്നുണ്ടോ ഇവിടെ? ഇത് കൽക്കരി ലോഡാ, ഇത്രയും പൊക്കത്തിൽ ബോഡി വെച്ചേക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് എവിടെ ഇറങ്ങുന്നത്? ഇനി നേരെ സിക്കിമിനാണോ? ഇനി നേരെ നമുക്ക് ഭൂട്ടാൻ പോകണ്ടേ? ആ ശരിയാ, ഭൂട്ടാനിലേക്ക് പോകാം. ഭൂട്ടാൻ നമ്മുടെ പ്ലാനിൽ ഇല്ലായിരുന്നതാണ്. ഭൂട്ടാനും കൂടെ കയറിയിട്ട് വയക്കാലും എല്ലാവരും കൂടെ വന്നാലേ. പക്ഷെ സൂര്യ മുന്നേ പോയതുകൊണ്ട് സൂര്യക്ക് കാണാൻ പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ. അതെ, നോക്കാം അല്ലേ? പഠിച്ചോട്ടോ അത്തോട്ട് പോകാനൊന്നും അറിയത്തില്ലോ അവന്. പോവാം, വണ്ടി കൊണ്ട് കയറി പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് പോയി നോക്കാം. എന്റെ പൊന്നോ, വലിയ തുറന്നു തിന്നു. എന്നെ പുളിയാ, ഭയങ്കര പുളിയാ. രാജേഷിന് ഇഷ്ടമുള്ളൊരു സാധനം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടെന്നാ. ജന്നതാണോ? തിന്നു നോക്കാം, അടിപൊളി ടേസ്റ്റാ. ഒരെണ്ണം മൊത്തം വയലോട്ടിട്ടോ. ഒരു തൈ നമുക്ക് മേടിച്ചോണ്ട് പോകണ്ട. മുഴുവൻ വയലോട്ടിട്. നല്ലല്ലേ? ഞാൻ മൊത്തം അങ്ങ് വയലോട്ടിട്ട് അവയ്ക്ക്. ഉപ്പിലിട്ടാണോ അത്? ഉപ്പ് ശാല ഇട്ടിട്ടുണ്ട്. ഉപ്പും ചെറിയ മുളക് പൊടി, ശകലം മുളക് പൊടി. നല്ലല്ലേ? പുളിയില്ല ഇതിന്. അയ്യോ, പുളിയുടെ ആളാ. വലിയ പുളിയൊന്നുമില്ല. എന്നാ ഇതൊരെണ്ണം എടുത്ത് നോക്കാം. ഞാൻ ഒരിച്ചിരി ചനച്ച് നോക്കിയിരുന്നു. എനിക്കൊന്നും പറയാനില്ല. മുഖത്ത് ചെറിയൊരു വ്യത്യാസം. ആ, ഇതിന് പുളിയില്ലെന്ന് പറയുന്ന ആൾക്കാര് അതാ പുളിയാ. വെറുതെ അല്ല, മീൻകറിക്ക് എന്തൊരു പുളി ഇട്ടാലും പോരത്തെ. അതെ, കുറച്ച് മുട്ട മേടിക്കണായിരുന്നു എവിടുന്നേലും. ഇതൊരു ചെറിയൊരു ടൗണാ, ഇടങ്ങാനുണ്ടാ മേടിക്കാം. അല്ല നമുക്ക് താഴോട്ട് ചെന്നിട്ട് മേടിക്കാം. ആ അതെ, ഇവിടുന്ന് ഇവർക്ക് വല്ല ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കണ്ടേ? അതെ, ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ, കട ഉണ്ടെങ്കിൽ, ഹോട്ടൽ ഉണ്ടെങ്കിൽ നിർത്ത്. എനിക്ക് കാസി താലി ഒന്നും വേണ്ട, കേരള താലി അതിനകത്ത് ഇരിപ്പുണ്ട്, അത് മതി. എന്നാലും ഓരോ സ്ഥലത്ത് നമ്മൾ വരുമ്പോ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യണ്ടേ? മാരുതി 800 ആൾട്ടോയും മാത്രം. ടാക്സിയും പ്രൈവറ്റും അല്ല. അതായത് ഇതൊരു ഹോട്ടലാണ്. ഇത് മേഘാലയക്കാരുടെ കടയല്ല, ഇതൊരു ആസാംകാരുടെ കടയാണ്. അപ്പൊ അങ്ങനത്തെ ഫുഡൊക്കെ ഇവിടെ ഉള്ളു. ചോറും ചിക്കനും മട്ടനും ഒക്കെ ഉണ്ട്. ഇതുണ്ട്, ഇതേ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും നാടൻ കടകളിലുണ്ടായിരുന്ന സാധനം. ഇത് അൽബൂരി എന്ന് പറയും. അൽബൂരി ഇവിടുത്തെ എന്നാ പേരെന്ന് അറിയത്തില്ല. ഇത് മടക്സാൻ. ഇത് മടക്സാൻ ചെറുതായത്. പിന്നെ ഇതെല്ലാം മധുര അല്ലേ. അപ്പോൾ അവർ ഫുഡ് വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴത്തേനും ഒരു ഓർത്തേ. അപ്പം അപ്പുറത്തെ കട ഞാൻ ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു എല്ലാവർക്കും കൂടെ ഉള്ള ഇവിടെ കാണുകയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതേ 3-4 പേരേ ഉള്ളൂ ഞങ്ങൾ. ഇത് മുട്ടക്കറിയാണ്, മുട്ടയും ഗ്രീൻ പീസും കൂടെ കറി വെച്ചേക്കുന്ന. വണ്ടിക്ക് ചുറ്റും ആളാണല്ലോ.
അവരല്ല വണ്ടി ഇതുപോലുള്ള വണ്ടികൾ കണ്ടിട്ടില്ലാത്തോണ്ടേ ഉം. എങ്ങോട്ടാ ഇനി എങ്ങോട്ടാ പോന്നെ എവിടുന്നാ വരുന്നതെന്നൊക്കെ ചോദിച്ചു. കേരള കേരള എന്ന് പറയുന്നുണ്ട്. അതെ, ഇവിടെ ആസാംകാരും ബീഹാറുകാരുടെ ഒക്കെ കടയുണ്ടോ ഉള്ളത്. ആദ്യം കയറിയ ആസാംകാരുടെ കട, രണ്ടാമത് കയറിയ ബീഹാറുകാരുടെ കട. ഇവിടുത്തെ ഫുഡ് കിട്ടുന്ന കട കണ്ടില്ല. ഇനിയിപ്പോൾ മുന്നോട്ട് നമുക്ക് നോക്കാം. ഇത് ചെറിയൊരു മാർക്കറ്റാണ് ഇവിടുത്തെ. ഇവിടെ മുറുക്കാൻ മാത്രം കിട്ടുന്നതെന്ന് തോന്നുന്നല്ലോ. അല്ല, ഇത് പച്ചക്കറിയാ. അപ്പുറം മുറുക്കാൻ കടയും ഉണ്ടായിരുന്നു. വെറ്റ അടയ്ക്കായി ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ തമ്പാക്ക് പോലത്തെ സാധനം. ഇവിടെ എല്ലാവരും മുറുക്കുന്നവരാ, മുറുക്കാത്ത ആൾക്കാരില്ലെന്ന് എനിക്ക് തോന്നുന്നു. ലേഡീസും മുറുക്കും. കണ്ട കുഞ്ഞു കൊച്ചിന് ഒരു 6 മാസം പോലും ഇല്ല. ദാൽബോട്ട് വില്ലേജ്. എളുപ്പമുണ്ടല്ലോ വായിക്കാൻ. ഇപ്പൊ വാഴയൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോഴേ ഒരു ഗാരോ ഹിൽസിന്റെ ഒരു ടച്ച് വരുന്നുണ്ട് ഇവിടെ. ഗാരോയിലേക്ക് അടുത്തോണ്ടിരിക്കല്ലേ. ഇന്ന് നമ്മള് ഖാസിയിലും ഗാരോയിലും കൂടെയാണ് പോകുന്നത്. ഖാസി ഹിൽസിലൂടെയും ഗാരോ ഹിൽസിലൂടെയാണ്. മേഘാലയയിൽ മൊത്തം 3 ഹിൽസുകളാണ് ഉള്ളത്. ഗാരോ ഹിൽസും ഖാസി ഹിൽസും ജയന്തിയ ഹിൽസും. അതിൽ നമ്മൾ ജയന്തിയ ഹിൽസിൽ കൂടെ മാത്രം പോയില്ല, ബാക്കി 2 ഹിൽസിൽ കൂടെ നമ്മൾ പോയി. ഇവിടുത്തെ വാഴയൊക്കെ ഉണ്ടോ, ഭയങ്കര പൊക്കമാ. ഇവിടെ ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന കടകളൊക്കെ കുറവാണ്. പിന്നെ ഷില്ലോങ്ങിലൊക്കെ ഉണ്ട്, മെയിൻ ടൗണുകളിലൊക്കെ ഉള്ളൂ. ഇവിടെ ഈ ചെറിയ ഗ്രാമങ്ങളിലൊന്നും ഇവിടെ അത്ര ഒരു, ഇവിടെ എല്ലാം ഈ ചെറിയൊരു ജംഗ്ഷനിൽ എല്ലാവരും വീട്ടിൽ കഴിക്കുന്ന ആൾക്കാരില്ല. അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ കിട്ടാൻ പാടാ. പിന്നെ മുമ്പ് കയറിയിടത്തൊക്കെ ആസാം താലിയും ബീഹാറി താലിയും ഒക്കെയാണ് ഉള്ളത്. അതല്ല, ഇതിലെ ടൂറിസ്റ്റുകൾ കുറവാണ്. ടൂറിസ്റ്റുകളില്ല. അതുണ്ടോ അങ്ങോട്ട് ചെറിയൊരു പാലം പണിതേക്കുന്നുണ്ടോ, മുളകുണ്ട്. മുളകുണ്ട്, ഒരു ഇരിക്കാനുള്ള ഇതുണ്ട്, ബെഞ്ചും. ഇങ്ങോട്ടേ ഇറങ്ങി വരുന്തോറും നമ്മുടെ തണുപ്പ് കുറഞ്ഞു വരുന്നുണ്ട്, ചൂടായി വരുന്നുണ്ട്. ആ ചൂടൊക്കെ മാറിക്കോളും നമ്മൾ സിക്കിമിലേക്ക് കയറുമ്പോൾ. അതെ, ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടോ കമുകൊക്കെ കാണാൻ തുടങ്ങി, കമുക് കൃഷിയൊക്കെ. രാവിലെ തൊട്ട് മല ഇറങ്ങിക്കൊണ്ടിരിക്കുക. രാവിലത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റു പോയോ? എല്ലാവർക്കും വിശക്കുന്നില്ലേ? അതെ, അല്ല എവിടെയെങ്കിലും നിർത്തി കഴിച്ചേക്കാം. 2 മണിയായി. ഇതുണ്ട്, ഇത് അടയ്ക്ക ലോഡ് കയറ്റാൻ വേണ്ടി കൊണ്ട് വഴി സൈഡിൽ ചാക്ക് നിറച്ച് തയ്ച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ഈ വീടിന് പുറകുവശം മൊത്തം കപ്പയാ. കപ്പ, കാട്ടുകപ്പ. കണ്ടോ, ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും വേണ്ട എല്ലാം മുളയുടെ വീടുകളായി. അപ്പം ഖാസി ഹിൽസ് തീരാറായി. അപ്പോൾ ദാമിക്കുട്ടിയുടെ ആഗ്രഹപ്രകാരം നമുക്കിന്ന് പുറത്തിരുന്ന് ഊണ് കഴിക്കാം. മരത്തിൻ്റെ ചുവട്ടിലിരിക്കണോ അതെ ആ കുഞ്ഞു വീട്ടിലിരിക്കണോ? കുഞ്ഞു വീട്ടിലല്ല, മരത്തിൻ്റെ ചുവട്ടിരിക്കാം. കുഞ്ഞു വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല. അച്ഛനും മോൾക്ക് അങ്ങോട്ട് കൊടുത്തേരെ. അതെ, 2 പേരും ഇവിടെ അവിടെ കയറിയിരിപ്പുണ്ട്. ഇതിലെ ദാമിക്കുട്ടി കടക്കകത്ത് കയറിയിരിക്കുകയാണല്ലോ. ഇതിലെ ഇപ്പോൾ ഒരു കോഴി വന്നപ്പോൾ ദാമിക്കുട്ടി അതിനകത്തിരുന്ന് കാറി. ഞാൻ എന്തിനാ കോഴിയെ പേടിയാണോ? അതല്ല, ഇത് കോഴീൻ്റെ വീടാന്ന് പറഞ്ഞു. കോഴി വഴക്കുണ്ടാക്കുന്നു. ചോറിന് ഉണക്കമീൻ വറുത്തത്, തുണ്ടമീൻ വറുത്തതും ബീൻസ് മെഴുക്ക് വരട്ടിയും ഉണക്ക് കപ്പയും കണ്ണിമാങ്ങ അച്ചാറും. ഇതിൽ കൂടുതൽ എന്നാ വേണം? നല്ല അടിപൊളി മെഴുക്ക് വരട്ടിയാണ്. നല്ല ടേസ്റ്റ്. അമ്മ കോഴി കഴിക്കാതെ ഉണ്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്? രാമിക്ക് കോഴിക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം. തീർന്നു പോയി. ഇവിടെ എല്ലാം മുളക് കൊണ്ടുള്ള കടകളാണ്. ഷീറ്റ് ഇടാതെ പുല്ലും കൂടെ ആയിരുന്നു അടിപൊളിയായിരുന്നു. ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ ഷീറ്റ് ഇട്ടതിന്റെ മേളിൽ കൂടെ പുല്ലിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും നല്ല കാണാൻ നല്ലല്ലേ. ഇത് പുതിയൊരു കട പണിയുന്ന. ഇപ്പൊ ഡ്രൈവർ മാറി. സ്പീഡിൽ ഓടിക്കുന്ന ഡ്രൈവർ കയറിയിട്ടുണ്ട്. സ്പീഡിൽ പോട്ടെ. ഇതൊരു കടയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാന്ന് തോന്നുന്നു. അതെ, നോങ്ശ്രാം വില്ലേജ്. നമ്മളെ ഈസ്റ്റ് ഗാരോ ഹിൽസിൽ കയറി. ഈസ്റ്റ് ഗാരോ ഹിൽസിൽ കയറിയിട്ട് ഇനി നമുക്ക് വെസ്റ്റ് ഗാരോ ഹിൽസിലേക്ക് പോകണം. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാം മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പാ. ഇവിടെ ഈ വേലിയൊക്കെ ഈ മുളക് കീറിയിട്ട് അത് നല്ല രസമുണ്ട്. വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടോ? അതും മുളയും കൊണ്ടുണ്ടാക്കിയതാ. അത് നമ്മള് മിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോയാലും അതെ അതുപോലെ എല്ലായിടത്തും അങ്ങനെ. റോബസ്റ്റ പഴം ഇരിപ്പുണ്ട്, ഒരു പടല മേടിച്ചേക്കാം. ഇവിടെ കണ്ടോ വഴി നല്ല അടിപൊളിയായിട്ട് പണിതു. അതെ അതെ, സൂപ്പർ വഴിയാ. ഇവരെല്ലാം ഹായ് കേരള സേ ഇവര് വണ്ടി വരാൻ നോക്കി നിൽക്കാന്ന് തോന്നുന്നു. അടയ്ക്ക ലോഡ് കയറ്റാൻ വേണ്ടി വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അടയ്ക്കൊക്കെ കൂടൊക്കെയാത്താ പറിച്ചോണ്ട് വരുന്നത്.
ഇപ്പോൾ കൂടെ കിട്ടിയാൽ നമുക്ക് 2 മേടിക്കാമായിരുന്നു. അതെ, എവിടെ വെച്ചോണ്ട് പോകുന്ന ഞാൻ ആലോചിക്കുന്നത്. അത് നോക്കാം. ഓക്കെ ബൈ. രാമക്കുട്ടി അതുണ്ടോ ഒരു നോനോ? ഇതുണ്ടോ? ഇതുണ്ടോ? നോനോ ഉണ്ടോ? അതെ, നോനോയും ജോജോയും ഒക്കെ ഉണ്ട്. എന്നാ ഗ്രൗണ്ടാന്ന് നോക്കിയേ, സ്റ്റേഡിയം ആണല്ലോ, ക്രിക്കറ്റ് കളിയാ. മാച്ചാന്ന് തോന്നുന്നു. ഒത്തിരി പേര് കാണാനും ഉണ്ട്. എന്ത് കമ്പം ഉണ്ടാക്കി വെച്ചേക്കുന്നല്ലേ, 2 സൈഡ്. അവിടെ ചെറിയൊരു ജംഗ്ഷൻ ഉണ്ടാ. എല്ലാ വില്ലേജിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇങ്ങനെ തന്നെ. സ്പെഷ്യൽ ആക്സിലറേറ്റഡ് റോഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. നേരെ പോയാൽ ബഗ്മാര, വില്യം നഗർ, തൊറ ഒക്കെ. നമുക്ക് റൈറ്റിലേക്ക് പോകാം. ദുദിനോയി 47 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ മേഘാലയ തീരാറായി ഓടി. നേരെ വഴിയിലേക്ക് കയറിയപ്പം വഴിയുടെ സ്വഭാവം മാറി. ഈ വഴിയും വീതി കൂട്ടി പണിയുന്നുണ്ട്, പണി നടക്കുന്നേ ഉള്ളൂ. മേഘാലയയുടെ ബാക്കി ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ കൂടെ ഇനി നമ്മൾ പോകുന്നത്. ഈ മണ്ണിനകത്തൊക്കെ ഇത്രയും വലിയ കല്ലോ? ആ അതെ, അതെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, അവിടെ എല്ലാം ഇതുപോലെ തന്നെയാ. മണ്ണത് വലിയ കല്ലുകൾ, നല്ല ചുമന്ന മണ്ണ്. അതെ, വനമായത്. റോഡിന് വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവര് ബസ്സാന്നോർത്തേ വണ്ടിക്ക് കൈ കാണിച്ച ബസ്സാണ്. ഇവിടുത്തെ ഒരു ബസ് വരുന്നുണ്ടോ? ഇതൊക്കെ ദിവസം ഓരോ ട്രിപ്പോ 2 ട്രിപ്പൊക്കെ കാണുള്ളൂ. നോക്കി, അകത്ത് നിറച്ച ആള്. അകത്തും ലോഡാ പകുതി കേട്ടോ, നമ്മൾ അന്ന് കണ്ട പോലെ. അകത്തും മുകളിലും ലോഡാ. നിങ്ങൾ ട്രിപ്പ് പോയപ്പോഴല്ലേ ഇന്നാള് തവളയുള്ള മാർക്കറ്റിൽ പോയി? അവിടെ പോയ മുനായില് പോയപ്പോ ഇതുപോലെ ബസ്സിൽ അകത്ത് മൊത്തം ലോഡാ, ഇതുപോലെ സാധനങ്ങള്. നമ്മൾ വന്ന പോലുള്ള വലിയ ടാറിങ്ങാ, വലിയ വീതിയുള്ള വഴിയാ കേട്ടോ ഇവിടെ പണിയുന്നത്. അങ്ങോട്ട് വഴിയില്ലേ? ഇവിടെ പുതിയ പാലം പണിയാനുള്ള തയ്യാറെടുപ്പില്ല. കുറെ ദൂരം വനമായി വഴിക്ക്. പുലി ഉണ്ടോന്ന് അറിയത്തില്ല, ആന കാണും എന്നാണല്ലോ. ആർമി വണ്ടികൾ വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം മേഘാലയ രജിസ്ട്രേഷൻ കേട്ടോ. പോലീസിന്റെ ആണോ? മേഘാലയം ഇറങ്ങിയില്ലല്ലോ നമ്മള്. അല്ല, ആർമി വണ്ടികൾക്ക് സാധാരണ അങ്ങനെ അല്ലല്ലോ, രജിസ്ട്രേഷൻ ഇല്ലാത്തത്. ഇതിനൊന്നും നമ്പറില്ല. BROയുടെ ആണോ? ചില BROയുടെ വണ്ടികളായിരിക്കും. ടാറ്റയുടെ എല്ലാ വണ്ടിയും 4x4 ഇവിടെയും പുതിയ പാലം പണിയാ. ഈ പാലം കുഴപ്പമൊന്നുമില്ല, പഴയ പാലമാണേലും. ചെറിയൊരു നദി താഴെ കൂടെ. ഇത് BSFന്റെ വണ്ടിയാണ് കേട്ടോ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അപ്പോൾ മുമ്പേ പോയ വണ്ടികളും BSFന്റെ വണ്ടികൾ തന്നെയാണ്. ഈ മല നല്ലപോലെ കട്ട് ചെയ്ത് താത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഫോറസ്റ്റിൻ്റെ ആണെന്ന് കേട്ടോ തോന്നുന്നു കേട്ടോ. മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കാനാണെന്ന് തോന്നുന്നു. അതോ വാച്ച് ടവർ ആണോ? അപ്പുറമൊക്കെ ഉണ്ടായിരുന്നു പോലെ. ഫോറസ്റ്റ് എസ്റ്റേറ്റ് മൻബെയിം. സ്ഥലപ്പേര് ഇച്ചിരി വായിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഡംബോ റിസർവ് ഫോറസ്റ്റ് ചാർട്ട് അറ്റ് നങ്ബെയിം. റോഡ് പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അയ്യോ, ഇത് ചെളിയാണോ? ചെളിക്കുളമാണോ? അപ്പുറത്ത് കുറെ ടിപ്പർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ടിപ്പർ ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. സ്ലിപ്പാകുന്നുണ്ടോ? അല്ല, എങ്ങാനും നമുക്ക് വലിച്ചേറ്റാൻ വണ്ടി ഉണ്ടല്ലേ എക്സ്കവേറ്റർ നിൽക്കുന്നേ, അത് കുഴപ്പമില്ല. ആ വലിയ മലയൊക്കെ കണ്ടോ? അത്രയും കാത്ത് മണ്ണെടുത്ത് മാറ്റി. റോഡ് പണിക്കാരുടെ പ്ലാന്റ് ആയത്. ഇവിടുത്തെ അടുപ്പിലൊക്കെ ആ വലിയ തടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് കണ്ടോ, അവിടെ ഒരു അടുപ്പുണ്ട്. കടകളിലെല്ലാം അതുപോലത്തെ അടുപ്പാണ് കേട്ടോ. അത് നമ്മൾ ഇത്രയും നേരം വന്നിട്ട് കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ അതെ വലിയ അടുപ്പ്. വനമായതുകൊണ്ട് വിറവുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇതിവിടെ വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം ചെളിയാണല്ലോ, മഴ പെയ്ത് കുളമായി കിടക്കുക. കുഴപ്പമില്ല. ഒരു പാലം വന്നു, പാലം അതിലേണ്ട വഴി വരുന്നെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ആ മലയെല്ലാം കട്ട് ചെയ്തു. എന്നാ വലിയ മലയല്ലേ? എനിക്ക് എന്നാ ഹൈറ്റിലാണ് കട്ട് ചെയ്തേക്കുന്ന മണ്ണ. ഈ സൈഡിൽ കൂടെ അങ്ങ് വിട്ടാലും മതിയായിരുന്നല്ലോ വഴി, ഇതുപോലെ വീതി കൂട്ടി. അതെ, അതിലെ എടുത്തേക്കുന്ന വളവ് നൂർത്തെടുക്കുന്ന. ഇത് മൊത്തം വളവല്ലേ. ഈ മണ്ണാത്ത കല്ലുകൾ കണ്ടോ, എന്നാ വലിയ കല്ലുകളാണ്, ഉരുളൻ കല്ലുകൾ. അതെല്ലാം റബ്ബർ തോട്ടമാണ്. ഇതാണ് റോങ് മിൽ ബസാർ. ഇന്നിവിടെ മാർക്കറ്റ് ദിവസം അല്ല. അതെ, ബസാറൊക്കെ അവധിയാണ്. എല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. റോങ് മിൽ, ഗവൺമെൻറ് ഓഫ് മേഘാലയ. റോങ് മിൽ OGC, ഈസ്റ്റ് കാരോ ഹിൽസ്. പോലീസ് ചെക്കിങ്, ഈസ്റ്റ് കാരോ ഹിൽസാ.
പിന്നെ നമുക്ക് വെസ്റ്റ് കാരവൽസിൽ കയറണം. ഒരു വണ്ടി ആള് പിക്കപ്പിൽ എത്ര പേരാന്ന് നോക്കി. അതെ ആ തനിക്കിത് എങ്ങനെ മനസ്സിലായി ഇങ്ങോട്ട് പണി നടക്കാന്ന്? കറക്റ്റ് ആയിട്ട് കൊണ്ട് എന്നെ കയറ്റിയിരുത്തി അവിടുന്ന്. ഞാനൊന്ന് ജ്ഞാനിച്ചു. നോമ്പിന് പെട്ടെന്നൊരു ബോധോദയം വന്നു. അപ്പൊ തോന്നി എന്നാ പിന്നെ കൊച്ച പഠിച്ചോട്ടെ. ഇങ്ങോട്ടൊക്കെ ഏകദേശം പണിയായി വഴിയുടെ. ഒരു ജോജോയുടെ തോളെ കിടക്കുന്നു. ഇതൊരു ചെറിയ മാർക്കറ്റൊന്നും ഇല്ല. കുറച്ച് കടകളൊക്കെ. പഴമുണ്ട് കേട്ടോ. പഴമുണ്ട്, നാടൻ പാവയ്ക്കുണ്ട്. പഴം വേണം ഒരു പടലയും കൂടെ വെച്ചത്. അത് വേണം മേടിക്കാം. നല്ല പഴം അത്. അതുകൊണ്ട് അത് പുതിയ വീട് പണിതാന്ന് തോന്നുന്നു. ഷീറ്റൊക്കെ ഇട്ട് നല്ല കളർ പെയിൻ്റൊക്കെ അടിച്ച് കളർഫുൾ വീട്. ഇതല്ലേ നാടൻ റോബസ്റ്റാപ്പഴമാണെന്നാ തോന്നുന്നത്. അല്ല, അത് അവിടുന്ന് മേടിച്ചല്ലോ. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ്. ഒരു പടലയ്ക്ക് 50 രൂപ. 2 പടല മേടിച്ചു. വേറെ ആർക്കും അത്ര മേടിക്കണോ? ഇനി ഒരെണ്ണം മതി. എന്നാ ഒരെണ്ണം മേടിച്ചു. ഒത്തിരി പഴുത്ത വേണ്ട. മുമ്പ് എടുത്തത് നല്ല പഴുത്തായിരുന്നു. നാളെ ഉപയോഗിക്കാവുന്ന വെള്ളം മതി. നാളെ കൊണ്ട് തീർക്കണം. വണ്ണമില്ലേ ഈ പഴത്തിനെല്ലാം ഒട്ടും. ഈ ആൽമരങ്ങൾ കണ്ടോ എന്നാ വണ്ണം നോക്കി. അതുകൊണ്ട് നല്ല തണലല്ലേ ഇവിടെ. അതെ, എത്ര വർഷം പഴക്കമുണ്ടായിരിക്കും അല്ലേ. 100 രൂപയാണോ പഴത്തിന്? അവിടെ ഞാൻ 50 രൂപയ്ക്ക് മേടിച്ചു. പക്ഷേ ഇത്രയും വലിയ പടലയല്ലെന്ന് തോന്നുന്നു. 100 ആണോ? അപ്പം മലയൊക്കെ ഇറങ്ങി നമ്മൾ താഴെ എത്തി. അങ്ങനെ ഒരു ഷെഡ് ഉണ്ടാക്കിയേക്കുന്നുണ്ടോ മുളക് കൊണ്ട്? നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ പുല്ലൊക്കെ ഇട്ട് ഷീറ്റൊക്കെ അടിച്ച് ഉണങ്ങാനിട്ടേക്കുന്നു. 4 ഷീറ്റേ ഉള്ളൂ കേട്ടോ. റബ്ബർ ഷീറ്റ് അല്ലേ പുറകിൽ അവർത്തോട്ടോ. ഇത് കണ്ടോ എന്നാ വീതിക്ക് എന്തേരെ മണ്ണെടുത്ത് മാറ്റിയേക്കുന്നതാണ്. ഈ ചെറിയ വളവുകളെല്ലാം മാറും, നേരെയാവും റോഡ്. ഇവിടുത്തെ മണ്ണിന് ഭയങ്കര പശയാ, ചെളിയാ. നീ ഇപ്പോഴേ മഴക്കാലവും തുടങ്ങുമല്ലേ, ഈ റോഡ് പണിയൊക്കെ എന്നാ ചെയ്യും അല്ലേ? മഴക്കാലത്ത് പണി നിർത്തി വെക്കും അങ്ങനെയുള്ള സമയത്ത്. അത് കണ്ടില്ലേ അവിടെ നല്ല പൗഡർ പോലത്തെ മണ്ണ്. ഇവിടെ കണ്ടോ ഈ പൊക്കത്തിലെടുത്ത മണ്ണ്. അതുകൊണ്ടാ അത് എടുക്കാത്ത. ഇനിയും ഇലക്ട്രിസിറ്റി ബോർഡുകാർ വന്നിട്ട് ഇത് മാറ്റണം, പോസ്റ്റ് മാറ്റണം, ലൈൻ മാറ്റണം. ഇത് കണ്ടോ കോടമഞ്ഞ്. മഴ അങ്ങ് പെയ്ത് മാറിയുള്ളൂ ഇപ്പൊ. നമ്മള് മല ഇറങ്ങി തീർന്നില്ലായിരുന്നു അല്ലേ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. അയ്യോ അതെ അതെ. ഈ മല കണ്ടോ, അതിലും ഹൈറ്റിനാ കട്ട് ചെയ്തേക്കുന്നത്, സ്റ്റെപ്പായിട്ട്. ഇവിടെ പിന്നെ അങ്ങനെ ഇടിഞ്ഞു വീഴുകയല്ലെന്ന് തോന്നുന്നു, മണ്ണ് ബലമുള്ളതാണെന്ന് തോന്നുന്നു. ആർക്കറിയാം. ഇവിടെയൊക്കെ കണ്ടോ കല്ല് പൊട്ടിച്ച് താക്കുക, ഈ കയറ്റം കുറയ്ക്കുക. ഇത് കണ്ടോ ആ വീടെല്ലാം തിട്ടലായി. ഇവിടെയൊക്കെ ശരിക്കും നല്ല വഴിയായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് മാറ്റിയിട്ട് ഇതിലും വീതിയുള്ള വഴി പണിയുന്ന ഇച്ചിരി വളമൊക്കെ ഉണ്ടായിരുന്നുള്ളതേ ഉള്ളൂ. നല്ല വഴിയായിരുന്നു. കണ്ടില്ലേ, ഇതെല്ലാം നല്ല. ഇത് അധികം കാലം ആയുമില്ല ഈ വഴി ടാർ ചെയ്തിട്ട്. നമ്മളെ ആ മൗസൻഡ്രത്തുനിന്ന് മുന്നായി പോകുന്ന വഴിയൊക്കെ കിടക്കുന്നുണ്ടോ? ആ വഴി അല്ലാതെ എന്തോരം മോശം. അതുപോലെ തന്നെ ഒന്നുമല്ല, ഒത്തിരി വഴികൾ മോശമുണ്ട് മേഘാലയയിൽ. കഴിഞ്ഞ ദിവസം വന്ന സിജു ഒക്കെ ആ റോഡൊക്കെ ഉണ്ട്, ഹൈവേ, നാഷണൽ ഹൈവേ. ഒത്തിരി ടൂറിസ്റ്റുകൾ ചെല്ലുന്ന വഴിയാ. NH 217 അതുവരെ ഭയങ്കര മോശമാണ്. ഇതൊരു പോലീസ് ഹെഡ് പോസ്റ്റാ. ഇവിടെ നോർത്ത് ഗാരോ ഹിൽസാ. അപ്പം നമ്മൾ വെസ്റ്റിൽ കയറിയിട്ടില്ല കേട്ടോ. ഇന്ന് മൊത്തം നമ്മൾ മല ഇറക്കമായിരുന്നു. ഇപ്പൊ ഏകദേശം നമ്മൾ മല ഇറങ്ങി തീർന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാ മഞ്ഞ് കോട ഇറങ്ങി തുടങ്ങി. ഈ താഴെ ഒരു മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് മാത്രമേ ഉള്ളൂ, അവിടെ ഒന്നും ആരുമില്ല. നമുക്ക് ഒരു മാർക്കറ്റ് പോലും ഇപ്രാവശ്യം ലൈവായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അച്ചമ്മ ഇവിടെ ഇരുന്നാലേ പറമ്പിലോട്ടൊക്കെയാ നോക്കുന്നത്. അവിടെ മുരിങ്ങയില നിൽക്കുന്നു, വാഴച്ചുണ്ട് നിൽക്കുന്നു, കപ്പളങ്ങ ഉണ്ട്. നമ്മുടെ അവിടെയുള്ള എല്ലാം ഉണ്ടല്ലോ. ഇവിടെ കപ്പ കണ്ടില്ലായിരുന്നോ? കപ്പയായിരുന്നു. ചുമ്മാ നിപ്പുണ്ടല്ലേ. നമ്മളവിടെ നടന്ന പോലൊന്നും ഇവരങ്ങനെ നടാറില്ല. എപ്പോഴേ നമ്മള് മേഘാലയയിലേക്ക് ഇറക്കമൊക്കെ തീർന്നു ഇന്നോണ്ട്. ഇനി കുറച്ചുകൂടെ ഓടി കഴിയുമ്പോഴത്തേക്കും ആസാമിൽ കയറും നമ്മള്. ആസാമിൽ നമ്മൾ എങ്ങോട്ട് പോണോന്ന് തീരുമാനിക്കും. അതെ, ആദ്യം സിക്കിം പോണോ അതോ ഭൂട്ടാൻ പോണോന്ന്. ഭൂട്ടാനൂടെ കാണണമെങ്കിൽ ഭൂട്ടാൻ കയറി കണ്ടിട്ട് അങ്ങ് പോവാം. ഭൂട്ടാൻ വേറൊരു രാജ്യമാണ്. പാസ്പോർട്ട് ഒന്നും വേണ്ട. വേണേ ഭൂട്ടാനൊന്ന് കയറി ചെറിയൊരു കറക്കം ഇറങ്ങിയിട്ട് അങ്ങ് പോവാം.
ആലോചിക്കുവാണേ ആ കഴിഞ്ഞ ദിവസം സൂര്യ പോയ പോലെയേ ആ ഒരു 3 മണിക്കൂർ അങ്ങോട്ടേലും പ്ലെയിനുള്ളത് പോയാലോ. ആ അത് ശരി. ഇപ്പൊ അതാണ് ആഗ്രഹം. ആദ്യം ഒന്ന് പ്ലെയിന് ശകല 10 മിനിറ്റ് കയറിയാൽ മതിയായിരുന്നു. അതിന് നമ്മൾ ആരും പോകുന്നതിന് മുമ്പ് അച്ഛമ്മേനെ കൊച്ചിന്ന് ട്രിവാൻഡ്രത്തിന് വിട്ടു. കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെന്നൈക്ക് പോയി അല്ലേ പ്രാവശ്യം. ഇപ്പൊ അതൊന്നും പോരാ. 4 മണിക്കൂർ ഫ്ലൈറ്റിലിരിക്കണം. 14 അതെ അത് മനസ്സിലായി. 3-4 മണിക്കൂർ പോയാൽ കൊള്ളാന്ന്. അപ്പൊ ഇതാ മനുഷ്യന്റെ ആഗ്രഹം ഒരിക്കലും തീരുന്നില്ല. ഇന്ത്യ മുഴുവൻ ഏകദേശം കണ്ടു. അപ്പൊ പറയാ ഇനി 3-4 മണിക്കൂർ ഫ്ലൈറ്റിൽ എവിടെയെങ്കിലും പോണോ, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടായിരുന്നു. മറ്റേ അല്ല പിന്നെ എരുമേലി താമസിച്ചപ്പം കോട്ടയം ഒന്ന് കണ്ടാ മതിയായിരുന്നു. അല്ലേ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാ പിന്നെ യാത്ര ചെയ്യണമെന്ന് തോന്നുന്നതാ. ശരിയാ. ആ പിന്നെ ഒരു മനുഷ്യരുടെയും ആഗ്രഹം തീരുന്നില്ലോ. അങ്ങനെ അതൊക്കെ എപ്പം വേണേലും പോകാന്നല്ലേ അടുത്തുള്ള. രാമേശ്വരം ഇവിടെ പോയതല്ലേ, രാമേശ്വരം ശിവഗിരി എല്ലാം പോയതല്ലേ. ആ രാമേശ്വരം പോയത് ശരിയല്ലോ, ഒന്നുകൂടെ പോണമെന്ന്. ആ അങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നീണ്ടു പോവും അല്ലാതെ. അതങ്ങനാണ്. പക്ഷെ എനിക്ക് അങ്ങനെ വേറെ അധികം സ്ഥലങ്ങളിലൊന്നും പോകണമെന്നൊന്നും വലിയ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നോക്കിയിട്ട്, നല്ല നല്ല സ്ഥലങ്ങള്. വെളിയിലും പോവാം, പിന്നെ പോയി കണ്ടിരിക്കണമെങ്കിൽ പോവാം. അതെ കണ്ടിരിക്കണം. അതൊരു ശിൽപ്പാര 14, മൻഡിമ 16, കർക്കുട്ട 25, രാജ് സിംല എല്ലാം ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. ഇവിടുത്തെ ഒരു വലിയ നദിയാണല്ലോ. ഇതിൻ്റെ തീരത്തൂടെ നമ്മൾ കുറേ ദൂരം വന്നേ. ഇതൊക്കെ ശരിക്കും മഴക്കാലം തുടങ്ങി തോന്നുന്നുണ്ട്. വെള്ളം ഇഷ്ടം പോലെ മഴ പെയ്ത്. മഴക്കാലം തുടങ്ങിയായിരിക്കും അല്ലേ, നേരത്തെ തുടങ്ങിയായിരിക്കും. പ്രാവശ്യം നേരത്തെ മഴ തുടങ്ങി. ഇതെല്ലാം കൽക്കരി വണ്ടിയല്ലേ? കൽക്കരി വണ്ടികളാണ് ഇതെല്ലാം. എന്നാ പൊക്കത്തിലാണ് കയറ്റിയാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടോ? എനിക്ക് എല്ലാം ഒരേപോലെ അല്ലേ? ആ എല്ലാം 6 വീൽ വണ്ടികളാ. എല്ലാം ഒരു 40 ടണ്ണും 45 ടണ്ണൊക്കെ കാണും മിക്കവാറും ലോഡ്. ആ വളരെ കുറച്ചേ ഉള്ളു അല്ലേ? ഇതുണ്ട് ബോഡി എന്നാ വീതിക്കാ ചെയ്തേക്കുന്ന നോക്കി. വീതിയും കൂടുതലുണ്ട്, പൊക്കവും കൂടുതലുണ്ട്. വെള്ളം എന്നാ ഇവിടെ കിടക്കുന്നത് എന്നാന്നറിയത്തില്ല. ഇവര് എല്ലാം ഈ കൽക്കരി മാത്രം ഓടുന്ന വണ്ടികളാ. കൽക്കരി ഇവിടുന്ന് കുഴിച്ചെടുക്കുന്ന മേഘാലയയിലുണ്ട് ഇഷ്ടം പോലെ. മേഘാലയയിൽ ഇഷ്ടം പോലെ ധാതു നിക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അരുണാചലിലും ഉണ്ട്. അപ്പൊ അങ്ങനെ അവിടെ പൊട്ടിക്കുന്നതാണ്. അത് നമ്മൾ ആ വഴിക്കൊക്കെ കണ്ടില്ലേ, ടിപ്പറുകൾ കണ്ടില്ലേ, അത് ഈ കനിന്ന് കൊണ്ടുവന്ന് യാർഡിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് ഈ വണ്ടിക്കാര് കയറ്റിക്കൊണ്ടുവരും. അങ്ങനെ നമ്മൾ അരുണാചലിൽ പോയപ്പോഴേ വേറെ മറ്റേ എണ്ണ ക്രൂഡ് ഓയിൽ എടുക്കുന്ന കണ്ടായിരുന്നു. ആ നമ്മുടെ പാറ പൊട്ടിച്ചെടുക്കുന്ന പോലെ. ആക്കരിയല്ല ഇത്, അത് മരക്കരിയല്ലേ. ഇത് കൽക്കരി. കല്ല് പോലെ തന്നെ, പാറ പോലെ തന്നെ ഇരിക്കുന്ന സാധനം, കത്തിക്കാൻ ഉപയോഗിക്കുന്ന. അത് ഇന്നാള് കടയിൽ കണ്ടില്ലേ, കൽക്കരി ഇട്ട് കത്തിക്കുന്ന കണ്ടില്ലായിരുന്നു? കൽക്കരിയാ, മരക്കരിയല്ല. ആ ഉണ്ടോ, ഇങ്ങോട്ട് ഒത്തിരി വണ്ടികളുണ്ട്. എല്ലാം ഇവര് രാത്രിക്ക് ഓടിപ്പോകാൻ വേണ്ടി നിൽക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കല്ല് പോലെ തന്നെ വെയിറ്റ് ഉള്ള സാധനമാണ്, മരക്കരി പോലല്ല. നമുക്ക് എപ്പോഴേലും ഒരു കൽക്കരി കോറിക്കകത്ത് പോകണം. അപ്പൊ അവര് കനിക്കകത്ത്. അപ്പം ഒരു വണ്ടിക്കാരനോട് ഞാൻ ചോദിച്ചായിരുന്നു. പുള്ളി പറഞ്ഞു അകത്തോട്ട് കയറിപ്പോയാൽ ഭയങ്കര പേടിയാവുമെന്ന് പറഞ്ഞു. ഗുഹ പോലെ ഇങ്ങനെ അതിനകത്ത് തുറന്നോരുന്നാ ഇത് എടുക്കുന്നേ. അല്ല ഈ വണ്ടിക്കാരങ്ങനല്ല. ഇത് ഈ എസി ലോറിക്ക് അവര് കനിക്കകത്ത് കൊണ്ടുവന്ന് യാർഡിലിറക്കും. അവിടെ നിന്നാണ് ഇവര് കയറ്റിക്കൊണ്ട് വരുന്നത്. ഇത് ചെക്ക് പോസ്റ്റാ. മഹാരാഷ്ട്രന്ന് മേഘാലയയുടെ ബോർഡർ RTO ചെക്ക് പോസ്റ്റാ ഇത്. അതാണ് ആ വണ്ടികളെല്ലാം അവിടെ കിടക്കുന്നത്. ഇതല്ലേ ഗവൺമെന്റ് ഓഫ് മേഘാലയ സ്മാർട്ട് ചെക്ക് ഗേറ്റ്. അപ്പൊ മേഘാലയ നമ്മൾ തീരാറായി കേട്ടോ. കുറച്ചുകൂടെ ഓടിയാൽ ആസാമിലേക്ക് കയറിയില്ല, കയറും. ആസാമിലും ബോർഡർ RTO ചെക്ക് പോസ്റ്റ് ഇല്ലല്ലോ, അതൊക്കെ പണ്ടേ നിർത്തിയതാ. ബോർഡർ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഓരോ സ്റ്റേറ്റും മാറി കയറുന്ന അറിയാം. ഈ ബോർഡർ ചെക്ക് പോസ്റ്റുകളെല്ലാം നിർത്തിയേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അറിയത്തില്ല. നല്ല രസമല്ലേ? ആ വഴിയെ കൂടെ വണ്ടിയും കൊണ്ട് പോകണം. വണ്ടി ഓടിപ്പോകുന്നേ കാണാൻ നല്ല രസമായിരിക്കും. ആ വഴിയെ കൂടെ ചെറിയ വണ്ടിയെ പോകത്തുള്ളൂ. നമ്മളെ ഈ വണ്ടി കയറ്റിയാൽ ഇതേ അതെല്ലാം ഒരേ. എന്ത് രസമാണെന്ന് നോക്കിയാൽ. പൂക്കളുണ്ടോ? ആസാമിലോട്ട് മഴയാന്ന് തോന്നുന്നു, അങ്ങോട്ടും മഞ്ഞൊക്കെയാ.
ഇത് പഴയ ഒരു പാലമാണ്, പക്ഷെ നല്ല പാലമാണ്. സൈക്കിൾ അഭ്യാസം. അഭ്യാസികളാണല്ലോ എല്ലാവരും. എവിടെയെങ്കിലും നിർത്തിയാൽ ചായ വെക്കാം. വാഗപ്പൂ നിൽക്കുന്നുണ്ടോ? ഇല ഇല്ല, പൂ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നോനോയും ജുജോയും ഒക്കെ കാണുമെങ്കിൽ എത്ര നാള് കഴിയും? അല്ല ഇവിടെയും ഉണ്ടല്ലോ. ഉണ്ട്, എന്നാലും കുറവല്ലേ? അല്ല ഇതുപോലെ ഇപ്പൊ കണ്ടില്ലേ അവർ ഇതുപോലെ ആസാമിൽ കയറിയില്ല കേട്ടോ. ഇല്ല, കേറിയില്ല. നമ്മള് മേഘാലയം ഇറങ്ങാറായി. പോലീസ് ചെക്കിംഗ് നോർത്ത് ഗാരോ ഹിൽസ്. ഇതെല്ലാം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. അത് പോലീസിന്റെ ആണോ വണ്ടി പിടിച്ചിട്ടേക്കുന്നത്? എന്ത് വണ്ടിയാന്ന് നോക്കി. ഇതെല്ലാം ഫോറസ്റ്റ് പിടിച്ചിട്ടേക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചേക്കുന്ന വണ്ടികളാണ്. മേഘാലയ ഫോറസ്റ്റ്. എന്ത് വണ്ടികളാ? തടി കയറ്റി പിടിക്കുന്നതായിരിക്കും മിക്കവാറും. തടിയോ അല്ലെങ്കിൽ വല്ല കാട്ടിൽ നിന്നുള്ള മറ്റ് സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അപ്പം നമ്മൾ മലയെല്ലാം ഇറങ്ങി താഴെ വന്നു. ഇനി ലെവൽ റോഡാണ്. മേഘങ്ങളുടെ ആലയത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇത് നോർത്ത് ഗാരോ ഹിൽസിലെ പോലീസ് ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ വെസ്റ്റ് ഗാരോ ഹിൽസിൽ കയറുന്നില്ല. അങ്ങോട്ട് പോയപ്പം നമ്മൾ വെസ്റ്റ് ഗാരോ ഹിൽസിൽ കൂടെയാണ് പോയത്. ഇത് മേഘാലയ ആസാം അതിർത്തി ഗ്രാമമാണ് കേട്ടോ. NH 62 കൂടെയാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. താങ്ക് യു. അപ്പോൾ ഈ ബോർഡിനപ്പുറം നമ്മൾ ആസാമിലേക്ക് കയറും. ഗോൽപ്പാറ 30 ലെഫ്റ്റിലേക്ക് 35 കിലോമീറ്റർ, ഗോഹട്ടി 120 കിലോമീറ്റർ റൈറ്റിലേക്ക്. ഇപ്പോൾ നമ്മൾ മേഘാലയയിൽ നിന്നും ഇറങ്ങി. ഇനി നമ്മൾ ആസാമിലൂടെ. സൂര്യനൊക്കെ അസ്തമിക്കാൻ പോകുന്നു. ആ പാടത്തേക്ക് നോക്കിയേ, സൂര്യനെ കണ്ടോ? നമ്മളെ മേഘാലയ എന്ന് കയറിയപ്പം അസ്തമയം ആസാമിലാണ്. ആ മേഘാലയ വെൽക്കം ടു മേഘാലയ എന്ന് ഇവിടുന്ന് അങ്ങോട്ട് ബോർഡുണ്ടേ. അതേപോലെ തിരിച്ചിപ്പറേ ആസാമിന്റെ ഒരു ബോർഡും വേണ്ടതല്ലേ? വെൽക്കം ടു ആസാം എന്നും ഉണ്ടെങ്കിൽ നല്ലത്. എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ വേണം. ഇനിയിപ്പോ നമ്മള് കുറെ ദൂരം ആസാമിലൂടെ ഓടിയിട്ടല്ലേ ഭൂട്ടാനിലേക്ക് കയറുന്നേ. ആസാമിൽ നിന്നും കയറാം, ബംഗാളിൽ നിന്നും കയറാം. അതെ, ഒരു ലോഡ് മുള വരുന്നു. ഒരു സൈക്കിളും ഉണ്ട് അതല്ലേ. അപ്പം ആസാമിൽ നിന്ന് കയറണോ ബംഗാളിൽ നിന്ന് കയറണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പോലീസ് ചെക്കിംഗ് ദംറ ഔട്ട് പോസ്റ്റ്, ഗോൽപ്പാറ ഡിസ്ട്രിക്ട് ആസാം. കണിക്കുന്ന പൂത്ത് നിൽക്കുന്നു. കണിക്കുന്ന പൂ മണിക്കമ്മലണിഞ്ഞും പൊളിയിലക്കരു കസവും കൊണ്ടെടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. ഇത് മരുതിന്റെ പൂ പോലെ ഇരിക്കുന്നു. ഡോൺ ബോസ്കോ സെക്കൻഡറി സ്കൂൾ ദംറ. നമുക്കൊരു ചായ വെച്ച് കുടിച്ചിട്ട് പോയി. സമയം 6 മണിയാകാറായി. നിർത്തിക്കോ ഒതുക്കിയോ. ചായ വെച്ചുകൊണ്ട് വാ. എനിക്ക് നമുക്ക് ചായ ഇടാം. ചായ ഡാമി മാത്രമേ യൂണിഫോം ഇട്ടുള്ളൂ കണ്ടോ. എന്നെ ഉറക്കമായിരുന്നു, നല്ല ഉറക്കമായിരുന്നല്ലോ ഇന്ന്. ചായ വേണ്ടേ? എന്നാ കാപ്പി തരാം. എന്നാ ചായ ഇപ്പൊ അച്ഛ ഇടും. അതെ, അല്ല ഇപ്പൊ അച്ഛയൊന്നും വേണ്ട ഇപ്പം. ഡാമി പറഞ്ഞ് എനിക്ക് ഇന്നോച്ചയും ആന്റിയമ്മ ഇഷ്ടമെന്ന് പറഞ്ഞു. ഇന്നലെ അച്ഛയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛ പോയി എന്നാ ഒരു ചായ ഇട്ടോണ്ട് വാ. അല്ലേ ദാമി? അപ്പോൾ അതേ കാപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ പാലിലെടുത്ത നാടൻ കാപ്പി. വലിയ ഗ്ലാസ് ആയതുകൊണ്ടേ, നല്ല കപ്പായതുകൊണ്ടേ 1/2 ഗ്ലാസ് ചായ കുടിച്ചാൽ മതി. അപ്പൊ ചായ ഒക്കെ കുടിച്ച് ഞങ്ങളിങ്ങ് പോന്നു. ഇതന്നെ താമക്കുട്ടി. എന്നതാ അതിനൊരു കുരുണ്ടല്ലോ, അത് വിഴുങ്ങല്ല, തുപ്പിക്കളാണോ? വിഴുങ്ങിയാ ചത്തുപോകും. അത് ശരി. മുമ്പേ മേടിച്ചതാണോ പുളിയുള്ളേ? അപ്പൊ നമ്മളിത് ബ്രഹ്മപുത്ര നദിയാ ഇപ്പൊ ക്രോസ് ചെയ്യുന്നത്. നമ്മള് പിന്നെ ബ്രഹ്മപുത്ര നദിയൊക്കെ ക്രോസ് ചെയ്തല്ലേ? ക്രോസ് ചെയ്ത് ഇങ്ങ് പോന്നു. ഞാൻ പുറയിലല്ലായിരുന്നു എത്ര നേരം. അപ്പൊ ഇനി നേരെ നമുക്കേ ഭൂട്ടാൻ ബോർഡറിലേക്ക് പോവാം. ഭൂട്ടാന് പോകുന്നുണ്ടോ? ഭൂട്ടാൻ പോവാം. ഭൂട്ടാന് ഉള്ളോട്ട് ഒത്തിരി കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വോട്ടേഴ്സ് ID ഒക്കെ വേണമെന്ന് അറിയാം. കറക്റ്റ് അറിയത്തില്ല. അവിടെ പോയി ചോദിച്ചാലേ അറിയത്തുള്ളൂ. അവിടെ പോയി ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാന്ന്. അതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. നമുക്ക് സിക്കിം അങ്ങ് എക്സ്പ്ലോർ ചെയ്യാനേ. അല്ലെങ്കിൽ ഇവിടെ കുറെ കയറി പോകാം, 10 കിലോമീറ്റർ കയറി പോകാം. അതിനിപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് മതി, ആധാർ കാർഡ് മതി. വോട്ടേഴ്സ് ID അവിടെ ചോദിക്കുന്നത്. വോട്ടേഴ്സ് ID ഉണ്ട്. ഇല്ലെങ്കിൽ പാസ്പോർട്ട് കയ്യിൽ വേണമെന്നാ അറിയാൻ സാധിച്ച്. ഇനി അവിടെ പോയി നമുക്ക് സംസാരിച്ച് നോക്കാം. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ വഴിയല്ല നല്ല ലെവൽ റോഡല്ലേ, അതുകൊണ്ട് നല്ല സുഖം. വണ്ടി പെട്ടെന്ന് ഓടിയെത്തും. കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ മണിക്കൂറിൽ 10, 15, 20 കിലോമീറ്റർ ഒക്കെ മാക്സിമം ഓടുള്ളായിരുന്നു. വൈകിട്ട് വല്ലതും കഴിക്കണ്ടേ? പിന്നെ കഴിക്കണ്ടേ?
വൈകിട്ടത്തേനുള്ളതല്ലേ ഞങ്ങൾ തയ്യാറാക്കുന്ന. ചോറൊക്കെ ഇല്ലേ? ചോറ് കുറച്ചിരിപ്പുണ്ട്. ആ, നമ്മളിതേ ബൊങ്കൈഗാവ് അടുക്കുന്നു. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ഗോഹട്ടി. നമ്മൾ വന്ന് ഹൈവേ കയറി. ഇപ്പോൾ ലോറികളൊക്കെ കാണാൻ തുടങ്ങി. മേഘാലയയിലേക്ക് കയറിയിട്ട് പിന്നെ ലോറികളൊന്നും കാണുന്നില്ലായിരുന്നു. അവിടുത്തെ ലോക്കൽ വണ്ടികളെ ഉള്ളായിരുന്നു. വണ്ടികളെ കാണാനില്ലായിരുന്നു. അതെ, വല്ലപ്പോഴും ഓരോ വണ്ടി. അത് പക്ഷെ വണ്ടി ഓടിക്കാൻ എന്ത് സുഖമാ. അല്ല, വണ്ടികളും ഇല്ല, ആൾക്കാരും കുറവല്ലേ. അപ്പം ഇനി നമുക്ക് എവിടെയെങ്കിലും ഒതുക്കിയിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ കുറേ ഇങ്ങ് വന്ന് ഒരു പമ്പിൻ്റെ പാർക്കിങ്ങിൽ ഒതുക്കി, ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പോകാമെന്ന് വെച്ചു. ഇവിടുന്ന് ഒരു കുറച്ചങ്ങ് ചെന്നിട്ട് നമുക്ക് റൈറ്റിലേക്ക് കയറി പോയാൽ ഭൂട്ടാനാണ്. അപ്പം ഭൂട്ടാനിലേക്ക് ഒന്ന് കയറി പോയിട്ട് പോകാമെന്നോർത്താണ് ഇവിടെ ഒതുക്കിയത്. ഇനിയിപ്പോൾ രാവിലെ ആയിട്ട് പോകാമെന്നുണ്ട്. എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഗുഡ് നൈറ്റ്.